സമകാലികം. കൊച്ചിയുടെ വികസന സ്വപ്നങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണം പിങ്ക് ലൈൻ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെ 11 പുതിയ സ്റ്റേഷനുകളോടെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 2024 ആരംഭിച്ച ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കി സർവീസ് തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ്. കൊച്ചി നഗരത്തെ ജില്ലാ ആസ്ഥാനമായ കാക്കനാടുമായി ബന്ധിപ്പിക്കുന്ന ഈ റൂട്ട് ഇവിടുത്തെ IT ഹബ്ബുകളിലേക്കും മറ്റു പ്രധാന കേന്ദ്രങ്ങളിലേക്കുമുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിച്ച് വലിയൊരു വികസനത്തിലേക്ക് വഴിതെളിക്കും. തൂണുകൾ സ്ഥാപിക്കൽ, പൈലിംഗ്, ഗർഡർ നിർമ്മാണം തുടങ്ങിയ ജോലികളെല്ലാം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. കേൾക്കാം കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട ഒരുക്കങ്ങൾ, പ്രതീക്ഷകൾ ഇന്നത്തെ സമകാലികത്തിൽ. ഉയരുന്ന മെട്രോ, വളരുന്ന കൊച്ചി. മെട്രോ ഡെഫിനറ്റ്ലി അതൊരു ഗുണം ചെയ്യുന്നൊരു സംഭവമായിരിക്കും. കാരണം മെട്രോയുടെ അവസാന സ്റ്റേഷൻ വരുന്നത് നമ്മുടെ ഇൻഫോ പാർക്കിന്റെ ഉള്ളിൽ തന്നെയാണ്. കാക്കനാട് IT ഹബ്ബിലെ വാഹനത്തിരക്കിന് വലിയൊരു ആശ്വാസമായിരിക്കും നിർദ്ദിഷ്ട മെട്രോ പാത. സ്വാഭാവികമായിട്ട് പാലാരിവട്ടം വഴി അല്ലെങ്കിൽ ആലുവ വഴി വരുന്ന എംപ്ലോയീസിന് സ്വന്തം കാറുകളോ 2 വീലേഴ്സോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സംവിധാനം മെട്രോ ഉണ്ടാവും. ഇൻഫോ പാർക്കിൽ IT പ്രൊഫഷണലായ വിനോദ് ചന്ദ്രൻ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കിൻഫ്രയുടെ ഒരു ഓഫീസ്, അങ്ങനെയുള്ള എല്ലാ ആ റോഡിൽ ഓൺ ദ വേയിൽ വരുന്നുണ്ട്. ഇതൊരു വൺ വേയിലൂടെയാണ് വരുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്ന ഒരു എംപ്ലോയി സ്ട്രെങ്ത്തിനെ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഫലപ്രദമാകും എന്ന് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് തൃപ്പൂണിത്തുറയിൽ നിന്ന് പാലാരിവട്ടം വഴി ഇവിടേക്ക് വരേണ്ടി വരും. ആ സമയം എന്ന് പറയുന്നത് എങ്ങനെ പോയാലും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തേക്കാളും വളരെയധികം കൂടുതൽ തന്നെയായിരിക്കും. പക്ഷെ ആലുവയിൽ നിന്നും, എടപ്പള്ളിയിൽ നിന്നും, പാലാരിവട്ടത്തു നിന്നും, എറണാകുളം ടൗണിൽ നിന്നും വരുന്നവർക്ക് വളരെ സഹജപ്രദമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം തന്നെയായിരിക്കും മെട്രോ ഇൻഫോ പാർക്കിലേക്ക് എത്തുക എന്നുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഇൻഫോ പാർക്കിന്റെ ഉള്ളിൽ അനുഭവിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർക്കിങ്ങിന് ഭയങ്കരധികം സ്പേസ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഒരു എംപ്ലോയി ആണെങ്കിലും അയാൾ ഒരു 4 വീലറിലായിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ എത്രത്തോളം പാർക്കിംഗ് സ്ലോട്ട് അലോട്ട് ചെയ്താൽ പോലും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അതിനെ ഒരു 20-25% എങ്കിലും ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഈ മെട്രോ വരുന്നതോടെ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ മെട്രോ പണി നടക്കുന്നതിനോടായി ബന്ധപ്പെട്ട് കുറേയധികം ട്രാഫിക്കുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പാലാരിവട്ടത്ത് നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്കിലേക്ക് എത്തുന്ന 2 വഴി, അതായത് സീപോർട്ട് എയർപോർട്ട് വഴിയാണെങ്കിലും അതെല്ലാം നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ റോഡിന്റെ ആ വഴി ആണെങ്കിൽ പോലും 2 വഴിയിലും നമുക്ക് ധാരാളം ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവപ്പെടാറുണ്ട്. എസ്പെഷ്യലി പീക്ക് ടൈമിൽ ഒരു 8:39 മുതൽ ഒരു 11 o'clock വരെ നല്ലൊരു പീക്ക് ടൈമിൽ. അത് സ്വാഭാവികമായിട്ട് ഒരു പണി നടക്കുന്ന അവസ്ഥയിൽ ഉണ്ടായത് ഒരു സംഭവം മാത്രമാണ്. ഒരു 10 കൊല്ലം തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ആദ്യമായി മെട്രോ വരുന്ന സമയത്ത് എറണാകുളം സിറ്റിയിൽ ഇതേ ട്രാഫിക് ഉണ്ടായിരുന്നു. അതിനെ മെട്രോ കോർപ്പറേഷൻ KMRL എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഇടറോഡുകൾ ഭംഗിയാക്കി ആ ഇടറോഡുകളിലൂടെ സംവിധാനം സാധ്യമാക്കുന്ന രീതിയിലേക്ക് വരുത്തിയാണ് അത് ചെയ്തത്. ഇൻഫോ പാർക്കിലേക്ക് എത്തിപ്പെടാനുള്ള അങ്ങനെ ഇടറോഡുകൾ വളരെ കുറവായത് കാരണം അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ പീക്ക് ടൈമിൽ ട്രാഫിക് നല്ലപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഏകദേശം 1.5-2 കിലോമീറ്റർ ഉണ്ട് ഇൻഫോ പാർക്കിലെത്താൻ. ഈ വഴിയിൽ ഓൾറെഡി മെട്രോയുടെ കൺസ്ട്രക്ഷൻ എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ 2 സൈഡിലും ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ട്രാവലേഴ്സും അല്ലെങ്കിൽ അതുപോലെയുള്ള ടാക്സി വണ്ടിക്കാരും എല്ലാം അനധികൃതമായിട്ട് പോലീസ് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അധികമായിട്ട് പാർക്ക് ചെയ്യുന്നത് കാരണം അങ്ങനെ ഉണ്ടാവുന്ന ട്രാഫിക് ധാരാളമുണ്ട്. അപ്പോൾ ട്രാഫിക്കിന് ഒരു സാവകാശം എന്തായാലും ഈ പണി കഴിയുന്നതോടെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ എക്സ്പ്രസ് ഹൈവേയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു 70% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ എൻഡില് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുതൽ എൻട്രൻസ് വരെയുള്ള ഒരു ഭാഗമാണ് ഇനി തുടങ്ങേണ്ടിയിരിക്കുന്നത്. അങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടി ട്രാഫിക് വരാൻ സാധ്യതയുണ്ട്. കാരണം ആ എക്സ്പ്രസ് വേയിലേക്ക് തിരിയാനുള്ള ഭാഗത്തേക്ക് നല്ലൊരു ട്രാഫിക് കൺജക്ഷൻ പീക്ക് ടൈമിൽ ഉണ്ടാവുന്ന ഉറപ്പാണ്. അതിനെ പോലീസും KMRL എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇപ്പോഴത്തെ ട്രാഫിക്കിനേക്കാൾ ഭയങ്കര ഭീകരത ഉണ്ടാവും ആ ട്രാഫിക്കിനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ ഒരു സ്പീഡിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 10-12 മന്ത്സ് ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഭാവിയിൽ മെട്രോ ഇൻഫോ പാർക്കിന്റെ ഉള്ളിലേക്ക് മെട്രോ വരുന്നത് എത്ര പറഞ്ഞാലും അതൊരു ഗുണകരമായിരിക്കും. കാരണം നമുക്കറിയാം, നമ്മൾ ആദ്യം മെട്രോ വന്ന സാഹചര്യത്തിൽ ഇത് സക്സസ് ആവില്ല, ഇതൊരിക്കലും കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞ് ബാധിച്ച് ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറിയിട്ട് മെട്രോ ക്രമേണ അത് ലാഭത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ലാഭം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലാഭം മാത്രമല്ല, ആൾക്കാർ അതിനെ നന്നായി യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള പറയുന്നതാണ് ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു അവസ്ഥ. അങ്ങനെയാണല്ലോ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വരുമ്പോൾ എപ്പോഴും ലാഭം മാത്രമല്ലല്ലോ. ഈ വാട്ടർ മെട്രോ ഓൾറെഡി ഉണ്ട്, ധാരാളം എംപ്ലോയീസ് ഓൾറെഡി വരുന്നുണ്ട്. വാട്ടർ മെട്രോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചിറ്റേത്തുകര മെട്രോ ജെട്ടിയിലാണ്. അതിനെ കടമ്പറയാറ് വഴി ഇൻഫോ പാർക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനും കൂടി ഉണ്ടെങ്കിൽ, അവിടെ ഒരു ജെട്ടി അവിടെ ഉണ്ടെങ്കിൽ ഫീഡർ ബസ്സുകൾ ഇല്ലാതെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. മെട്രോയിൽ വരുന്നവർക്ക് ഫീഡർ ബസ്സിൽ കയറി ധാരാളം ഓഫീസിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്.
എങ്കിൽ പോലും അത് ഒഴിവാക്കാനുള്ള സാഹചര്യം കൂടി നിലവിലുണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോൾ വാട്ടർ മെട്രോയും മുകളിലുള്ള മെട്രോയും കൂടി വരുമ്പോൾ 1-2 കൊല്ലത്തിനുള്ളിൽ ഇൻഫോ പാർക്കിലേക്കുള്ള ട്രാഫിക് കുറയുകയും ആളുകൾക്ക് വളരെ എളുപ്പം എത്തിപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. നിലവിലുള്ള വിഷമഘട്ടത്തിലും വലിയ പ്രതീക്ഷയോടെയാണ് കാക്കനാട് ഭാഗത്തുള്ള വ്യാപാരികൾ മെട്രോ ഗതാഗതത്തെ നോക്കിക്കാണുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര മോശമാണ്. കുറെ കടകളവിടെ പൂട്ടിപ്പോയിരുന്നു. പ്രത്യേകിച്ച് ഹോട്ടൽസിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നേക്കണേ. വ്യാപാരിയായ ജയൻ മേനോൻ: ഞാൻ ചെമ്പൂക്കിലാണ് എൻ്റെ ഇത്. ഞാൻ അവിടേക്ക് സപ്ലൈ ആയിരുന്നു. പാർക്കിങ്ങിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ബിസിനസ് കുറഞ്ഞു പോയത്. പാർക്കിംഗ് ഒട്ടുമില്ല അവിടെ. ഇനിയിപ്പോ ഇതിന്റെ വർക്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പേസ് കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സെയിൽസ് ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പിടിച്ചു നിൽക്കണേ. കാരണം വെച്ചാൽ ഇനിയിപ്പോ ഒരു 5-6 മാസത്തിനുള്ളിൽ അത് ഓപ്പൺ ആവും എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സെയിൽസ് ശരിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വാടക കൊടുക്കുന്ന ഇതുപോലും ഭയങ്കര ടൈറ്റ് ആണ്. അവിടെ ആ ഏരിയയിൽ നല്ല വാടക വളരെ കൂടുതലുള്ള ഏരിയ. ഹോട്ടൽസ് ആണെങ്കിലും കടയാണെങ്കിലും എല്ലാം മെയിൻ റോഡിന്റെ സൈഡിന് ഡെയിലി 3000 വരെ ഉണ്ട് റെന്റ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ഹോട്ടൽസ് അടച്ചു പോകാനുള്ള കാരണം. എല്ലാവരും അടുത്ത ജൂണോടുകൂടി റെഡി ആവുന്നുള്ളൊരു ഇതാണ്. പക്ഷെ ഇപ്പോൾ വർക്ക് ഇത്തിരി സ്ലോ ആണ്. കഴിഞ്ഞ മാസമൊക്കെ നല്ല സ്പീഡിലായിരുന്നു വർക്ക് നടന്നിരുന്നത്. ഇപ്പോൾ വർക്ക് ഭയങ്കര സ്ലോ ആണ്. നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ ഇത് വരാൻ ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ ഇപ്പൊ ചെമ്പൂക്ക് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ വാഴക്കാലേ ഉള്ളത്. പിന്നെ ഇടയ്ക്ക് കൂടി വേറെ ആൾക്കാർ പിന്നെ ഇപ്പൊ ബസ്സിന് പോകണോ അല്ലെങ്കിൽ വണ്ടിക്ക് പോകണോ പോലെ ഇങ്ങനെ നടന്നു പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ ഒരു ബിസിനസ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ മെട്രോ വന്നു കഴിഞ്ഞാൽ ഈ പാർക്കിംഗ് ഒക്കെ കൂടുതൽ കിട്ടുന്ന കാരണം ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഇതാവുന്ന മാത്രമേ ഉള്ളൂ. സ്മാർട്ട് സിറ്റിയിലേക്കും മറ്റേ ഇങ്ങോട്ടൊക്കെ പോണ ആൾക്കാരായിരിക്കും കൂടുതൽ. ഇത് വരുന്നതുകൊണ്ട് മിക്കവാറും അവരൊക്കെ തന്നെ മെട്രോനെ ആശ്രയിക്കുള്ളൂ. അല്ലാതെ വേറെ നമ്മൾ ബസ്സുകാരുടെ അടുത്ത് അത്രയും ഇതുണ്ടാവും തോന്നണില്ല. ബസ്സിന്റെ തിരക്ക് കുറെ കുറയും. കാരണം വെച്ചാൽ കൂടുതലും ഇതിലെ തന്നെ പോകുള്ളൂ ഇവര്. ഇൻഫോ പാർക്കിലേക്കാണെങ്കിലും ബസ് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് കുറെ നടക്കേണ്ടി വരും. ഇതാകുമ്പോൾ അതിന്റെ അടുത്ത് തന്നെയാണ് അതിന്റെ സ്റ്റേഷൻ വരുന്നത്. ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ മുഴുവൻ തന്നെ ആയിരിക്കാം മിക്കവാറും. പ്രൈവറ്റ് വണ്ടികളുണ്ടാവും. പക്ഷേ ഈ ബസ്സൊക്കെ ചിലപ്പോൾ ഇത്രയും ഈ പറഞ്ഞ പോലെ അത്രയും ഇതുണ്ടാവും തോന്നണില്ല. കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. ബസ് റൂട്ടാണെങ്കിലും ബസ്സിലെ തിരക്കൊക്കെ ആണെങ്കിലും ഒരുപാട് കുറയാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പ്രൈവറ്റ് വണ്ടികൾ മിക്കവാറും ഈ തിരക്ക് കൂടുതലുള്ളപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇത് ഒഴിവാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് കാറുകളൊക്കെ ആണെങ്കിലും കുറെ ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ റിസ്ക് ഒന്നുമില്ലല്ലോ. സമയത്ത് ചെല്ലാം, വലിയ പ്രശ്നങ്ങളില്ല. ടൈമൊക്കെ കറക്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള വിഷയം ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സെയിൽസ് ബിസിനസ് കൂടുന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ. അല്ലെങ്കിൽ പണ്ടേ അത് വിട്ടിട്ട് പോന്നേനെ. മെട്രോ റെയിൽ സ്മാർട്ട് സിറ്റിയിലേക്ക് കൂടി എത്തിയാലേ ആ ഭാഗത്ത് ജോലി ചെയ്യുന്നവർക്ക് ഗതാഗതം എളുപ്പമാകൂ. തൃപ്പൂണിത്തുറയിന്ന് ഓഫീസിലേക്ക് എത്താൻ ശരിക്കും പറഞ്ഞാൽ 20 മിനിറ്റ് മതി. എന്റെ ലോഗിൻ ടൈം 4:30 വൈകിട്ട്. അപ്പൊ എനിക്ക് ശരിക്കും ഇവിടെ നിന്ന് 4 മണിക്ക് ഇറങ്ങിയാൽ മതി. പക്ഷെ ഓഫീസ് ക്യാബിൽ പോവാണെങ്കിൽ 3:30 ആയിരിക്കും അവര് ക്യാബ് ഇടുന്നത്. തൃപ്പൂണിത്തുറ സ്വദേശിയും സ്മാർട്ട് സിറ്റിയിൽ ഉദ്യോഗസ്ഥയുമായ അനിത റോസ്: ഞാനൊരു 3 മണി കഴിയുമ്പോ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയാല് കറക്റ്റ് മെട്രോ സ്റ്റേഷന്റെ അവിടെ എത്താനായിട്ടുള്ളൊക്കെ പറ്റും. അപ്പൊ ഓഫീസ് ക്യാബ് അല്ല സ്വന്തമായിട്ടാ പോകുന്നതെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ 40 മിനിറ്റോളം എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമായിട്ട് ഈ പറഞ്ഞ ട്രാഫിക് ഒക്കെ നോക്കിയിട്ട് ക്യാബിൽ തന്നെയാണ് യൂഷ്വലി പോകുന്നത്. തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി തരും. 6 മണി കഴിഞ്ഞിട്ടുള്ള ലോഗൌട്ടിനൊക്കെ അവര് വീട്ടിൽ കൊണ്ടുവന്ന് വിത്ത് സെക്യൂരിറ്റി തന്നെയാണ് ആക്കി തരുന്നത്. എല്ലാ കമ്പനീസും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് 24 hours ഇവിടെ ഷിഫ്റ്റ് ഉണ്ട്. എന്റെ ഡ്യൂട്ടി ടൈം വൈകിട്ട് 4:30 തൊട്ട് വെളുപ്പിന് 2 വരെയാണ്. അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി തരും അവര്. ഓഫീസ് കമ്മ്യൂട്ട് കുറച്ചുകൂടെ ഈസി ആകും. മെട്രോയ്ക്കാണെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയന്റും ആണല്ലോ നമുക്ക് അങ്ങനെ പോയി വരാനൊക്കെ ആയിട്ട്. ഇപ്പൊ ഓഫീസ് ക്യാബ് എന്ന് പറയുമ്പോ ഇപ്പൊ എന്റെ കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പിൽ ഒരാള് വരാൻ വൈകിയ ഞാൻ ക്യാബിൽ അയാളെ വെയിറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് മുമ്പുള്ള ആള് ക്യാബിൽ കയറാൻ വൈകിയ ഞാൻ ഇവിടെ മെട്രോ സ്റ്റേഷന്റെ അവിടെ ക്യാബ് വരുന്നവരെ അവിടെ ആ പൊടിയിൽ ഞാൻ നിൽക്കണം. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. മെട്രോ വരുമ്പോ ഒരു പരിധി വരെ അത് കുറയ്ക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എനിക്കൊരു കൺസേൺ ഉള്ളത് ഇപ്പൊ ഇൻഫോ പാർക്കിനകത്തേക്ക് വരുമ്പോ നമുക്കറിയാം ഒത്തിരി അങ്ങോട്ട് വൈഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഓഫീസിലേക്കുള്ള കമ്മ്യൂട്ടേഷൻ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതൊരിക്കലും ഒരു കോമൺ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഓഫീസിലേക്ക് എത്താൻ പറ്റില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇൻഫോ പാർക്കും കഴിഞ്ഞ് സ്മാർട്ട് സിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെയാണെങ്കിലും ഈ കോമൺ ആയിട്ടുള്ള ജംഗ്ഷൻസ് ഒക്കെ കെട്ടി അടച്ചേക്കുവാണ് ഈ ബ്ലോക്ക് ഒക്കെ കാരണം. അപ്പൊ ഒത്തിരി യൂ ടേൺ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഈ മെട്രോയ്ക്ക് വന്നാലും നമ്മൾ വന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഓഫീസിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, അതിന് എത്ര എമൗണ്ട് ആകും, അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. മെട്രോ വരുന്നതിനെ കുറിച്ച് എക്സൈറ്റഡ് ആണ്. ഇതിന്റെ ബാക്കി ഈ സ്റ്റേഷൻ എവിടെയായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും. സൗകര്യങ്ങൾ എന്തു തന്നെ വന്നാലും അത് നിലനിർത്താനും ആസ്വദിക്കാനും ഉത്തരവാദിത്തമുള്ള പൗരന്മാരാകണം നമ്മൾ. എന്റെ വീടിവിടെ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. മെട്രോയില് കൂടുതലും യാത്ര എടപ്പള്ളിക്കൊക്കെ പോകാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ബൈക്കാണ് യൂസ് ചെയ്യണത് ജോലിക്ക് പോകാൻ. എനിക്ക് എളുപ്പം ബൈക്കിൽ വേണം. പക്ഷെ ബ്ലോക്ക് ഒക്കെ കുറയുന്നു തോന്നുന്നു ഈ മെട്രോ വന്നു കഴിഞ്ഞാൽ. ഇപ്പൊ എന്റെ അനിയത്തി സൺറൈസിലാണ് വർക്ക് ചെയ്യണം. അവർക്ക് എളുപ്പമായിരിക്കും കാക്കനാട് നിന്ന്. തൃക്കാക്കരയിൽ ജോലി ചെയ്യുന്ന ഫിദൽ വി ഡെയ്സൺ:
മെട്രോനെ ആശ്രയിച്ച് കുറെ കടകളും പുതിയതായിട്ട് അങ്ങനെ കുറെ ഇപ്പൊ തന്നെ വീടിന്റെ മുകളിലൊക്കെ നോക്കിയാൽ നിറച്ചും ബിൽ ബോർഡ്സ് മറ്റേ അഡ്വർടൈസ്മെന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് മെട്രോയിൽ പോണവർക്ക് കാണാൻ വേണ്ടി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ യൂസ് ആവുന്നുണ്ട്. ഞങ്ങൾ അടുത്ത എസ് എൻ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷനുണ്ട്, ഇവിടെ തൃപ്പൂണിത്തുറ സ്റ്റേഷനുണ്ട്. അതൊക്കെ ഈ ഒരുപാട് കാട് പിടിച്ച് കിടന്ന സ്ഥലമായിരുന്നു. അപ്പൊ അതൊക്കെ വെട്ടിത്തെളിച്ച് ഒരുപാട് കടകൾ അവിടെ വന്നു. അപ്പൊ ഈ ഇതിനെ ആശ്രയിച്ച് ജീവിക്കണ കുറെ ആൾക്കാർ വന്നു. മൊത്തത്തിലൊരു ഡെവലപ്മെന്റ്. ആലുവയ്ക്കൊക്കെ എത്തിപ്പെടാൻ ഭയങ്കര പാടാണല്ലോ ബ്ലോക്ക് കാരണം. മെട്രോ എന്ന് വെച്ചപ്പോ കൂടുതലും ആലുവ സൈഡിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും. നമ്മളൊരു ടൈം കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബസ്സിന് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം കീപ്പ് ചെയ്യാൻ പറ്റില്ല. മെട്രോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്ര മണിക്ക് കയറി ഇത്ര മണിക്ക് കറക്റ്റ് അവിടെ എത്തുന്നുള്ളൊരു നമുക്കൊരു വിശ്വാസമുണ്ട്. ചൂടും കാലാവസ്ഥയൊക്കെയാണ് എ സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മെട്രോ വന്നു അത് നല്ല കാര്യം. പക്ഷെ ടൂ വീലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കൂടുതലും റോഡ് മെട്രോ പണി തുടങ്ങിയപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോ അവര് റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. തുടങ്ങിയ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ലെറ്ററും കാര്യങ്ങളും. അതൊക്കെ ഇപ്പോ നേരെ ഉണ്ട്. എന്നാലും ഈ പണി നടക്കുന്നതുകൊണ്ട് അത് ബുദ്ധിമുട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ. ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഇപ്പൊ വലിയ വലിയ മെഷീനറീസും കാര്യങ്ങളും പോവാണല്ലോ. അതിനനുസരിച്ച് കട്ടേഴ്സ് ഒക്കെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് എനിക്ക് എന്റെ വിശ്വാസം. അതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞങ്ങളിവിടെ മെട്രോ സ്റ്റേഷന്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോ രാത്രിയൊക്കെ ഭയങ്കര സൗണ്ട് ആയിരുന്നു. ഈ സാധനം ഇങ്ങനെ ഇടിക്കണ ഭയങ്കര സൗണ്ട് ആയിരുന്നു. രാത്രി എന്ന് പറഞ്ഞാൽ ഉറക്കം ഉണ്ടായിരുന്നില്ല. രാത്രിയാണ് കൂടുതൽ ഉറക്കം കിടക്കുന്നത്. അപ്പൊ ഇതിപ്പോ വന്നു കഴിഞ്ഞപ്പോ അതിന്റേതായ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ആൾക്കാർക്ക് അത് ജോലി സാധ്യതയും കൂടി അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ്സ് എല്ലാ സ്ഥലത്തും വരും. റോഡുകൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അല്ലേ ഈ ആൾക്കാർ ഓരോ വേസ്റ്റ് ഒക്കെ ഇട്ട് അങ്ങനെ ബ്ലോക്ക് ആയി. റോഡിൽ തന്നെ ആണെങ്കിൽ ആ വെള്ളം ഇറങ്ങണ വഴിയൊക്കെ ഓരോന്ന് വന്ന് അടഞ്ഞു പോയി. ഗ്രില്ലിങ്ങനെ ഇട്ട് വെച്ചേക്കാണല്ലോ. ആളുകൾ റോഡ് വഴി വണ്ടിയൊക്കെ കയറ്റി അതൊക്കെ ഡാമേജ് ചെയ്യുന്നു. നമുക്ക് തന്നെ ഒരു സിവിക് സെൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ആയി പോയിക്കോളും. പിന്നെ സ്ഥലത്ത് വേസ്റ്റ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആയിരിക്കും ആൾക്കാർ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉള്ളത്. അപ്പൊ അത് മാറണം. നമ്മുടേതാണെന്നുള്ളൊരു തോന്നൽ തന്നെ ഇതൊക്കെ. ഇപ്പൊ മെട്രോ തന്നെ തുടങ്ങിയായിരിക്കും ആരോഗ്യം അതിനൊക്കെ ഭിത്തിയിൽ വരയ്ക്കുക അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ട്രെയിനിലൊക്കെ കയറിയ ടോയ്ലറ്റിൽ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇട്ടിട്ട് പോകുക. ആൾക്കാർക്ക് സിവിക് സെൻസ് ഇല്ലാതെ ഓരോന്ന് ചെയ്താൽ നമുക്ക് ആ മെട്രോനെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട നമ്മൾ നോക്കേണ്ട കാര്യം. നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത് നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എത്രത്തോളം ഡെവലപ്പ് ആയാലും നമ്മുടെ സിവിക് സെൻസ് അതിനനുസരിച്ച് വർക്ക് ചെയ്തില്ല, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ എല്ലാം ഇങ്ങനെ കൊളായിരിച്ച് നടക്കും. മെട്രോയുടെ രണ്ടാം ഘട്ട വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കൊച്ചി മെട്രോ പബ്ലിക് റിലേഷൻസ് ആൻഡ് സോഷ്യൽ മീഡിയ വിഭാഗം മേധാവി കെ ജയകുമാർ. ഇൻഫോ പാർക്കിലേക്കുള്ള കൊച്ചി മെട്രോയുടെ ഈ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അതിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2024 സെപ്റ്റംബറിലാണ് ഇതിന്റെ ഒരു നിർമ്മാണം നമ്മൾ ആരംഭിച്ചത്. ഇപ്പം 15 മാസം പിന്നിടുന്നു. ആകെ 10 സ്റ്റേഷനുകളാണ് 10.58 കിലോമീറ്റർ ദൂരമുള്ള ഈ റൂട്ടിൽ ഉള്ളത്. അതിപ്പം സ്റ്റേഷനുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ പാലാരിവട്ടത്ത് പുതിയൊരു സ്റ്റേഷൻ കൂടി വരും. അതാണ് ഈ പാലാരിവട്ടം ജംഗ്ഷൻ. പിന്നെ ആലിച്ചുവട്, ചെമ്പുമുക്ക്, വാഴക്കാല, പടമുകള്, സിവിൽ സ്റ്റേഷൻ ജംഗ്ഷൻ, കൊച്ചിൻ സെസ്, ചിറ്റേത്തുകര, ഇൻഫോ പാർക്ക് എന്നിവയാണ് ആ സ്റ്റേഷനുകൾ. ആക്ച്വലി നമ്മൾ ഈ 2 ഘട്ടമായിട്ടാണ് ഇതിന്റെ വർക്ക് നടക്കുന്നത്. ഒരു ഘട്ടം ഈ പറഞ്ഞ 10.58 കിലോമീറ്റർ ദൂരത്തുള്ള ഈ ഇവിടെ മെട്രോ പാളത്തിന്റെ നിർമ്മാണം നടക്കുന്നു. ഇതിലേക്ക് ആവശ്യമായ കാസ്റ്റിംഗ്, പ്രീകാസ്റ്റിംഗ് കളമശ്ശേരിയിലുള്ള വളരെ വലിയ കാസ്റ്റിംഗ് യാർഡിൽ കാസ്റ്റിംഗ് ജോലികളും പൂർത്തിയാക്കുന്നുണ്ട്. ചില ഭാഗങ്ങൾ അവിടെ ഓൾറെഡി ഇത് നിർമ്മിച്ചിട്ട് ഈ പാളത്തിൽ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യുന്ന, സ്ഥാപിക്കുന്ന ജോലികൾ. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇപ്പൊ മെട്രോയുടെ 1ാം ഘട്ട നിർമ്മാണത്തേക്കാൾ വളരെ വേഗത്തിൽ ഇത് പൂർത്തിയാകാനായിട്ട് ഇതിങ്ങനെ സഹായിക്കും. കളമശ്ശേരിയിലെ പ്രീകാസ്റ്റിംഗ് യാർഡിൽ യു ഗഡറുകൾ, ഐ ഗഡറുകൾ, പിയർ ക്യാപ്പുകൾ, പൈൽ ക്യാപ്പുകൾ എന്നിവയാണ് അവിടെ നിർമ്മിച്ചിട്ട് അത് ഈ കാക്കനാട് പാതയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മെട്രോ ആദ്യഘട്ട നിർമ്മാണത്തേക്കാൾ വളരെ വേഗത്തിലാണ് നമ്മുടെ ജോലി പുരോഗമിക്കുന്നത്. അപ്പൊ പൈലിംഗ് ജോലികൾ ഏറെക്കുറെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം അവസാന ഘട്ടത്തിലാണ്. നമ്മൾ ഏകദേശം 80-85% പൈലിംഗ് ജോലികൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വയഡക്റ്റിനും സ്റ്റേഷനുകൾക്കുമായി നമുക്ക് 2027 പൈലുകളാണ് സ്ഥാപിക്കുന്നത്. അതിൽ ഇതേവരെ 1500-ലേറെ പൈലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പൂർത്തിയായ പൈലുകളിൽ പൈൽ ക്യാപ്പ് സ്ഥാപിക്കുന്ന ജോലിയാണ്. അതും പുരോഗമിക്കുകയാണ്. പൈൽ ക്യാപ്പ് സ്ഥാപിച്ച ശേഷം പിന്നെ അടുത്ത ഘട്ടം തൂണുകളുടെ നിർമ്മാണമാണ്. അതും വേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേവരെ 150 തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായ തൂണുകളിൽ പിയർ ക്യാപ്പ് സ്ഥാപിക്കുക, ആ പിയർ ക്യാപ്പിന് പിന്നിൽ യു ഗഡറുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ ജോലികളും വളരെ വേഗത്തിൽ നടക്കുകയാണ്. അപ്പൊ കാസ്റ്റിംഗ് യാർഡിൽ നിർമ്മിച്ച ഈ 80 ടൺ ഭാരമുള്ള പിയർ ക്യാപ്പ് ഹെവി ഡ്യൂട്ടി ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയാണ് നമ്മൾ ഈ തൂണുകൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ പാതയിലുള്ള തൂണുകളിൽ ഇപ്പം പിയർ ക്യാപ്പുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഗതാഗതം നിയന്ത്രിച്ചാണ് അത്തരം ജോലികളെല്ലാം നിർവഹിക്കുന്നത്. അപ്പൊ കാസ്റ്റിംഗ് യാർഡിൽ നിന്ന് പിന്നെ ഇപ്പം പിയർ ക്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ യു ഗഡറാണ്. അതിന് ഏകദേശം 170 ടൺ ഭാരമുണ്ട്. അപ്പൊ അത് കാസ്റ്റിംഗ് യാർഡിൽ നിന്ന് നമ്മൾ ഈ യു ഗഡറും മൾട്ടി ആക്സിൽ ട്രെയിലർ ഉപയോഗിച്ച് ഈ പദ്ധതി സ്ഥലത്ത് കൊണ്ടുവന്ന് ഹെവി ഡ്യൂട്ടി ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയാണ് ഈ തൂണുകളിൽ പിയർ ക്യാപ്പ് സ്ഥാപിക്കുന്നത്. അപ്പൊ ഇതേവരെ നമ്മളത് 75 പിയർ ക്യാപ്പുകളും 45 യു ഗഡറുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പൊ യു ഗഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇതൊരു പാലം പോലെയാകും. അപ്പം അത് 1 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് മെട്രോ ട്രാക്കിന്റെ ട്രെയിൻ ഓടി പോകാനുള്ള ആ ഒരു പാതയുടെ നിർമ്മാണവും
നമ്മൾ ആരംഭിക്കും. അതും വളരെ വേഗത്തിൽ അത് ആരംഭിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റേഷനുകളുടെ നിർമ്മാണമാണ്. അതിപ്പോൾ സെസ്, ആലഞ്ചോട്, വാഴക്കാല, പാലാരിവട്ടം, കിൻഫ്ര, ചെമ്പൂക്ക് സിവിൽ സ്റ്റേഷൻ എന്നീ സ്റ്റേഷനുകളിലെ തൂണുകളുടെ നിർമ്മാണം കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി അതുപോലെ എൻട്രി ഗേറ്റ്, എക്സിറ്റ് ഗേറ്റ് എന്നിവ സ്ഥാപിക്കുകയാണ്. അതും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ വേഗത്തിൽ നമ്മളിപ്പോൾ ഡിസംബറാണ് നമ്മൾ ഡെഡ് ലൈൻ, 2026 ഡിസംബറിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നിർമ്മാണം വേഗം പോകുന്നത്. ഇതിനിടയിൽ നമ്മൾ അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗ്യാസ് പൈപ്പ് ലൈൻ മാറ്റുന്നതും പിന്നെ നമുക്ക് 2 സ്റ്റേഷനുകളിലെ സ്ഥലം കിട്ടുന്നതും ഒക്കെ, അതൊക്കെ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. പ്രതീക്ഷിച്ച ഇതുപോലെ തന്നെ വർക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഡെഡ് ലൈനിൽ തന്നെ ഇത് കീപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് മെട്രോ പ്രതീക്ഷിക്കുന്നത്. 11.2 കിലോമീറ്റർ ദൂരമുള്ള മെട്രോ പിങ്ക് ലൈൻ ഒരു എലിവേറ്റഡ് അഥവാ തറനിരപ്പിൽ നിന്നും ഉയർന്ന രീതിയിലുള്ള മെട്രോ പാതയാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്തെ പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളായ ഇൻഫോ പാർക്ക്, സെസ്, കിൻഫ്ര പാർക്ക് എന്നിവയുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ഈ പാതയിൽ പാലാരിവട്ടം, ആലിൻചുവട്, ചെമ്പുമുക്ക്, വാഴക്കാല എന്നിവയുൾപ്പെടെ ആകെ 11 സ്റ്റേഷനുകളാണുള്ളത്. വാഹനബാഹുല്യവും തിരക്കേറിയ നിരത്തുകളും ശ്വാസം മുട്ടിക്കുന്ന കൊച്ചിക്ക് മെട്രോയുടെ ഈ പിങ്ക് ലൈൻ ഒരു ആശ്വാസമാകും. മികച്ച പൊതുഗതാഗത സേവനത്തിലൂടെ വായുമലിനീകരണത്തിനും ഒരു ശമനമാകും. വളർച്ചയുടെയും തെളിച്ചത്തിന്റെയും പുതുപടവുകൾ കയറാൻ കൊച്ചിയെ ഈ മെട്രോ ലൈൻ പ്രാപ്തമാക്കട്ടെ. ഉയരുന്ന മെട്രോ, വളരുന്ന കൊച്ചി. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ഷൈജി ടോണി. അവതരണം ആകാശവാണി കൊച്ചി FM 102.3.